जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा। हरे कृष्ण। ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 4 ശ്ലോകം 21-22. ശ്ലോകം 21-22. മോരപുത്ര മോരസഖ മോര പ്രാണപതി यही भावे यही मोरे करे शुद्ध भक्ति। अपना के बंद अपना के बड़ा माने हमारे समहीना सही भावे हई आमी ताहरा अदीना। मोर पुत्र मोर सगा मोर प्राणपति यही भावे यही मोरे करे शुद्ध भक्ति। अपना के बड़ा माने हमारे समहीना सही भावे हई आमी ताहरा अदीना। मोर पुत्र मोर सगा मोर प्राणपति यही भावे यही मोरे करे शुद्ध भक्ति। आपनागे बड़ा माने हमारे समहीना सही भावे हई आमी ताहरा अदीना. ശബ്ദാർത്ഥം: മോര എന്റെ പുത്ര പുത്രൻ, മോര എന്റെ സഖ സുഹൃത്ത്, മോര എന്റെ പ്രാണപതി ജീവനാഥൻ, ഏയ് ഭാവേ ഈ വിധത്തിൽ, ഏയ് ആരെല്ലാം, മോരെ എനിക്ക്, കരേ ചെയ്യുക, ശുദ്ധഭക്തി പരിശുദ്ധ ഭക്തി, അപനാകെ അവൻ സ്വയം, ബട വലിയ, മാനെ കരുതുന്നു, ആ മാരെ എന്നെ, സമ തുല്യം, ഹീന താഴ്ന്ന, സെയി ഭാവേ ആ വിധത്തിൽ, ഹൈ ആകുന്നു, ആമി ഞാൻ, താഹാര അവന്, അധീന അധീനൻ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശില പ്രഭുപാദ് കി ജയ്. വിവർത്തനം: എന്റെ പുത്രൻ, എന്റെ സഖാവ്, എന്റെ പ്രീതമൻ എന്ന മനോഭാവത്തോടെ ആരാണോ തന്നെ മുതിർന്നവനായും എന്നെ അവനു സമനോ താഴ്ന്നവനോ ആയും കരുതിക്കൊണ്ട് എന്നോടുള്ള പരിശുദ്ധ പ്രേമഭക്തി ഭാവത്തെ ആസ്വദിക്കുന്നത്, അതേ മനോഭാവത്തിൽ ഞാൻ അവന് അധീനനായിത്തീരുന്നു. ഭാവാർത്ഥം: ചൈതന്യ ചരിതാമൃതത്തിൽ 3 വിധത്തിലുള്ള ഭക്തിയുത സേവനം വിവരിച്ചിട്ടുണ്ട്. സാമാന്യ ഭക്തി, ശുദ്ധഭക്തി, വിദ്വഭക്തി. സമ്മിശ്ര ഭക്തിയുത സേവനം: കാമ്യകർമ്മങ്ങൾ, മാനസിക അനുമാനങ്ങൾ, അഷ്ടാംഗയോഗം എന്നിവ ഉൾപ്പെടുന്ന ഭൗതിക ലക്ഷ്യങ്ങളെ നിർവഹിക്കപ്പെടുന്ന ഭക്തിയുത സേവനത്തെ സമ്മിശ്ര ഭക്തി എന്ന് വിളിക്കുന്നു. ഭഗവത്ഗീത ഭക്തിയോഗത്തിന് പുറമെ കർമ്മയോഗവും ജ്ഞാനയോഗവും ധ്യാനയോഗവും വിസ്തരിക്കുന്നു. യോഗം എന്നാൽ പരമോന്നതവുമായി ബന്ധം സ്ഥാപിക്കുക എന്നാണ് അർത്ഥം. അത് ഭക്തിയിലൂടെ മാത്രമേ സാധ്യമാകൂ. ഭക്തിയുത സേവനത്തിൽ അവസാനിക്കുന്ന കാമ്യകർമ്മങ്ങൾ, ഭക്തിയുത സേവനത്തിൽ അവസാനിക്കുന്ന തത്വജ്ഞാനപരമായ അനുമാനങ്ങൾ, ഭക്തിയുത സേവനത്തിൽ അവസാനിക്കുന്ന യോഗ പരിശീലനം എന്നിവ യഥാക്രമം കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നു. പക്ഷേ അത്തരം ഭക്തിയുത സേവനം ഈ 3 തരത്തിലുള്ള ഭൗതിക പ്രവൃത്തികളാൽ മലിനമാക്കപ്പെടുന്നു. ശരീരത്തെ താൻ എന്ന് കരുതുന്നതിൽ വ്യാപൃതരായവർക്ക് ധാർമ്മിക പ്രവൃത്തി അഥവാ കർമ്മയോഗം ശുപാർശ ചെയ്തിരിക്കുന്നു. മനസ്സിനെ താനെന്ന് താതാത്മ്യപ്പെടുത്തുന്നവർക്ക് തത്വശാസ്ത്രപരമായ ഊഹാപോഹം അഥവാ ജ്ഞാനയോഗം ശുപാർശ ചെയ്തിരിക്കുന്നു. പക്ഷേ ആധ്യാത്മിക തലത്തിൽ നിൽക്കുന്ന ഭക്തന്മാർക്ക് മിശ്രഭക്തിയുടെ അത്തരം ഭൗതിക സങ്കല്പങ്ങൾ ആവശ്യമില്ല. ഇത്തരം മിശ്രഭക്തി നേരിട്ട് ഭഗവത് പ്രേമം ലക്ഷ്യം വെച്ചുള്ളതല്ല. അതുകൊണ്ട് ശാസ്ത്ര നിർദ്ദിഷ്ടമായ ആചാരനിഷ്ഠകൾ അനുസരിച്ച് കർശനമായി നിർവഹിക്കപ്പെടുന്ന സേവനം അത്തരം വിദ്വഭക്തിയേക്കാൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ അത് എല്ലാത്തരം ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാണ്. അത് കൃഷ്ണനെ പ്രീണിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് നിർവഹിക്കപ്പെടുന്നത്. ഭൗതിക നേട്ടം ലക്ഷ്യമാക്കാതെ സ്വയമേവ ഭഗവാനിൽ ആസക്തരായവരെ ആകൃഷ്ട ഭക്തന്മാരെന്ന് വിളിക്കുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരുടെ കാലടികൾ പിന്തുടരുന്ന അവർ സ്വയമേവ ഭഗവത് സേവനത്തിൽ ആകർഷിതരാവുന്നവരാണ്. പരിശുദ്ധ ഭഗവത് പ്രേമത്തിൽ നിന്നും പ്രകടമാകുന്ന അവരുടെ ശുദ്ധഭക്തി വേദശാസ്ത്രങ്ങളുടെ
നിയാമക തത്വങ്ങളെ മറികടക്കുന്നു. ചിലപ്പോൾ പ്രേമഹർഷം നിയാമകമായ നിഷ്ഠകളെ അതിക്രമിക്കുന്നു. അത്തരം ഭക്ത്യുന്മാദം പൂർണ്ണമായും ആധ്യാത്മിക വിധാനത്തിലുള്ളതും അനുകരിക്കാൻ കഴിയാത്തതുമാണ്. നിയാമക തത്വങ്ങൾ സാധാരണ ഭക്തരെ ഭഗവത് പ്രേമത്തിന്റെ പരിപൂർണതയുടെ തലത്തിലേക്ക് ഉയരാൻ സഹായിക്കുന്നു. പരിശുദ്ധ ഭക്തിയുടെ പരിപൂർണത കൃഷ്ണനോടുള്ള പരിശുദ്ധ പ്രേമമാണ്. ശുദ്ധഭക്തിയും സ്വാഭാവികമായി പ്രകാശിതമാകുന്ന രാഗഭക്തിയും ഒന്നു തന്നെ. നിയാമക തത്വങ്ങളുടെ പിഴവില്ലാത്ത നിർവഹണം വൈകുണ്ഠ ലോകങ്ങളിൽ പ്രകടമാണ്. ഈ തത്വങ്ങൾ കർശനമായി നിർവഹിക്കുന്നതിലൂടെ ഒരുവന് വൈകുണ്ഠ ഗ്രഹങ്ങളിലേക്ക് ഉയർത്തപ്പെടാൻ കഴിയും. പക്ഷേ സ്വയം പ്രേരിതമായ പരിശുദ്ധ പ്രേമസേവനം കൃഷ്ണലോകത്ത് മാത്രം കാണപ്പെടുന്ന ഒന്നാണ്. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപഗതാമഹ്യം ദദാന്തീഷ്ടപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാം വിതന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സന്നിധാഭിഷാകാൻ വിതാംശ്ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ ചൈതന്യചരിതാമൃതത്തിലെ 4-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന് പിന്നിലുള്ള രഹസ്യ കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ശ്ലോകങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ ശേഷം ഭഗവാൻ ഇവിടെ പരിശുദ്ധ ഭക്തിയെ പറ്റി ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ശ്ലോകം കാണുകയാണെങ്കിൽ മോരപുത്ര മോരസഖ മോരപ്രാണപതി ഏയ് ഭാവെ ഏയ് മോരെ ഹരേ ശുദ്ധ ഭക്തി അപ്പനാകെ ബടമാനെ അമാരെ സമഹീന സെയ് ഭാവെ ഹൈയാമി തഹാര അധീന. ഇവിടെ പറയാണ്, എന്റെ പുത്രൻ, എന്റെ സഖാവ്, എന്റെ പ്രീതമൻ എന്ന മനോഭാവത്തോടെ ആരാണോ തന്നെ മുറുതവനായും എന്നെ അവന് സമനോ താഴ്ന്നവനായും കരുതിക്കൊണ്ട് എന്നോടുള്ള പരിശുദ്ധ പ്രേമഭക്തി ഭാവത്തെ ആസ്വദിക്കുന്നത്, അതേ മനോഭാവത്തിൽ ഞാൻ അവന് അധീനായിത്തീരുന്നു. അപ്പൊ നമുക്ക് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകം ഇവിടെ ഓർമ്മ വരും അല്ലെ, ഭഗവത്ഗീതയിൽ അല്ലെ. നമുക്ക് അറിയാൻ സാധിക്കും 4-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം. ഏതാമാം പ്രപദ്യന്തെ താം സദൈവ ഭജാമ്യഹം മമ വർത്തമാന വർത്തന്റെ മനുഷ്യ പാർത്ഥ സർവശഃ അല്ലെ. ആ ശ്ലോകത്തിലും ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത് അല്ലെ. എന്താണ് ഭഗവാൻ പറയുന്നത്? ഇപ്പൊ എന്റെ ഭക്തന്മാർ ഏത് രീതിയിലാണോ എന്നെ ശരണം പ്രാപിക്കുന്നത്, അതനുസരിച്ചുള്ള പ്രതിഫലം ഞാൻ ആ ഒരു വ്യക്തിക്ക് നൽകുന്നതാണ് പറയുന്നത് അല്ലെ. അപ്പം ഇപ്പൊ എല്ലാവരും, അതിനും ഭഗവാൻ പറയുന്നതാണ്, എല്ലാവരും ഭഗവാന്റെ ആ ഒരു പാത തന്നെയാണ്, ഭഗവാന്റെ മാർഗത്തെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്, പിന്തുടരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 3 രീതിയിലാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാനായിട്ടുള്ള സ്നേഹബന്ധം അല്ലെ. ആക്ച്വലി നമുക്കറിയാം ഭഗവാൻ എന്തിനാണ് ജീവാത്മാക്കളെ വിസ്തരിച്ചിരിക്കുന്നത്? ഭഗവാൻ ആത്മാരാമനല്ലേ, പിന്നെ എന്തിനാണ് ഭഗവാൻ ജീവാത്മാക്കളെ വിസ്തരിച്ചിരിക്കുന്നതിനുള്ള ചോദ്യം പലപ്പോഴും വരാം. അപ്പോ നമുക്ക് ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ആത്മാരാമനാണെന്നുണ്ടെങ്കിലും ഭഗവാൻ ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ സന്തോഷം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ സന്തോഷം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ സന്തോഷം കൂട്ടാൻ വേണ്ടിയിട്ടാണ് പല ജീവാത്മാക്കളെ അദ്ദേഹം ഉണ്ടായിരിക്കുന്നത്. ഓരോ ജീവാത്മാക്കളുടെ അടുത്തും ഭഗവാന് പ്രത്യേകം ഒരു പ്രേമകരമായിട്ടുള്ള ഒരു സംബന്ധം ഉണ്ടാവും ഓരോ ജീവാത്മാക്കളായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും, ആധ്യാത്മിക ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭൗതിക ലോകത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ്, ചിലപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും ഒരു വ്യക്തിയോട് പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുക. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. അപ്പം കാരണം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന സമയത്ത് വേറൊരു വ്യക്തിക്ക് വിഷമം വരും. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഭൗതിക ലോകത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ ആധ്യാത്മിക ലോകത്തിലാണെങ്കിൽ എത്ര വ്യക്തികൾ നമ്മൾ നോക്കണം, എത്ര പേരും ഭഗവാനെ സ്നേഹിച്ചാലും ഭഗവാൻ ഓരോ വ്യക്തികളായിട്ടും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവരോട് ഉണ്ടാവും, ഓരോ ജീവാത്മകളായിട്ട്. അപ്പൊ അതുകൊണ്ട് എത്ര പേര് ഭഗവാനെ സ്നേഹിച്ചാലും അത്രയും അക്കോമഡേറ്റ് ചെയ്യാൻ ഭഗവാന് സാധിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുക? അതായത് എത്ര പേർക്കും ഭഗവാനെ സ്നേഹിക്കാൻ സാധിക്കും. അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ പോലെ ഇല്ല. അപ്പം ഒരു വ്യക്തിക്ക് ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ വ്യക്തിക്ക് ഭഗവാനെ കിട്ടില്ല എന്നില്ല. അപ്പോൾ എത്ര പേർക്ക് വേണമെങ്കിലും ഭഗവാനെ അൺലിമിറ്റഡ് ആയിട്ട് സ്നേഹിക്കാനുള്ള അവസരമാണ് നൽകുന്നത്. അപ്പം പക്ഷെ ഭൗതിക ലോകത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും
നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇപ്പോൾ ഒരു വ്യക്തിയെ ഒരാൾ പൂർണ്ണമായിട്ട് സ്നേഹിക്കുമ്പോൾ വേറൊരു വ്യക്തിക്ക് അസൂയ വരും. ഇല്ലേ? കാരണം അവിടെ ഇപ്പൊ ഒരു വ്യക്തി നമ്മൾ ഭൗതിക ലോകത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്? അപ്പം സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഇനിയൊരു വ്യക്തിയെ സ്നേഹിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു ലാഭം അവിടെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സ്വാർത്ഥമായിട്ടുള്ള ലാഭം കിട്ടിയില്ല എന്നുള്ള സമയത്ത് അവിടെ എപ്പോഴും പ്രശ്നങ്ങൾ വരും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൗതിക ലോകത്തിൽ. ഇപ്പൊ എത്രത്തോളം ഒരു വ്യക്തി ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടി അവിടെ എന്തെങ്കിലും തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആൾക്കാർ സ്നേഹിക്കുന്നത്. ശീല പ്രഭുപാദ് പറയുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ലോകത്തിലും നമ്മളുടെ ആ ഒരു വ്യത്യാസം പറഞ്ഞു തരാൻ വേണ്ടി പ്രഭുപാദ് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. പലപ്പോഴും നമുക്ക് കേട്ട ഒരു എക്സാമ്പിൾ തന്നെയാണ്. അതായത് നമുക്കറിയാം, ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ ഒരു നടി ഒരു ഒരു നമ്മൾ തടാകത്തിന്റെ അടുത്ത് എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മൾ കുറച്ച് കല്ലുകൾ എടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിലോട്ട് എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 5 പേര് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ 5 പേര് കല്ലുകൾ എറിയുന്നത് 5 സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ 5 പല വ്യത്യസ്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ആ കല്ലിട്ട ശേഷം അതിന് ഒരു വളയം പോലെ വരുമല്ലോ അല്ലെ? വെള്ളം ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു വരും. അപ്പൊ 5 പേര് 5 സ്ഥലത്ത് ഇടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ 5 വളയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കും അല്ലെ? കൂട്ടിയിടിച്ച് ആ വളയങ്ങൾ ഇല്ലാതാവും. അതേ സമയത്ത് 5 പേര് എന്താ ചെയ്യുന്നത്? 5 പേരും ഒരു കറക്റ്റ് ഒരു പോയിന്റ് തീരുമാനിച്ചിട്ട് അതിലോട്ട് അവർ 5 പേരും കല്ലുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ 5 പേര് ഇട്ട് കഴിഞ്ഞാലും ആ വളയങ്ങൾ ഇങ്ങനെ വലുതായി 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 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ കൃഷ്ണഭക്തിയിൽ നമ്മൾ ഭഗവാൻ കൃഷ്ണനെയാണ് നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ കൃഷ്ണനെ കേന്ദ്രീകരിച്ച് എല്ലാവരും ഭഗവാൻ കൃഷ്ണന് സന്തോഷം കൊടുക്കുക എന്ന ആ ഒരു ചിന്താഗതിയോടെ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെ, എല്ലാവരും ഒരു സമൂഹത്തോടെ നമ്മൾ ഭഗവാനെ സേവനം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്വാർത്ഥ താല്പര്യമില്ല. ഭഗവാൻ കൃഷ്ണനാണ് സന്തോഷം കൊടുക്കാനുള്ള താല്പര്യത്തോടെ എല്ലാവരും സേവനം ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാവരും സന്തോഷം കിട്ടും. പക്ഷെ അതേ സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് സന്തോഷം കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു വ്യക്തി എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ അവിടെ അതിനൊരു കോട്ടം തട്ടുന്ന സമയത്ത് അവിടെ പൂർണ്ണമായിട്ടുള്ള ആ സ്നേഹം കാണാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഭൗതിക ലോകത്തിൽ ഒരിക്കലും പരിശുദ്ധമായിട്ടുള്ള പ്രേമം കാണാൻ സാധിക്കില്ല. അപ്പൊ എന്താണ് അപ്പൊ നമുക്ക് ഇവിടെ കാമമേ കാണാൻ സാധിക്കുള്ളൂ നമ്മൾ നോക്കണം. തന്നെയാണ് നമ്മൾ ചൈതന്യ ചരാമത്തിൽ കാമവും പ്രേമവും തമ്മിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരെ വലേ കാമ, കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ താരെ പ്രേം നാമ. അപ്പൊ എന്താണ് കാമം, എന്താണ് പ്രേമം എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ടും ഇതിൽ ചൈതന്യ ചരാമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരെ വലേ കാമ. അപ്പൊ എന്താണ്? അപ്പൊ ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച എന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആത്മേന്ദ്രിയ, എന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഇച്ഛയോടുള്ള കാര്യങ്ങളെയാണ് കാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലസ്റ്റ് അല്ലെങ്കിൽ കാമം എന്ന് പറയുന്നത്. പക്ഷെ കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ, കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ പ്രീതി ഇച്ഛ. ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി കൊടുക്കുക, സന്തോഷിപ്പിക്കുക. കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ അല്ലെ പ്രേം നാം, അതിനാണ് പ്രേമം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് കാമവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ പറയുന്നത്. നമുക്ക് ഈ ശ്ലോകത്തിലും കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ 3 തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതായത് സാമാന്യ ഭക്തി ഉണ്ട്, പിന്നെ ശുദ്ധഭക്തി ഉണ്ട്, വിദ്ധഭക്തി, സമ്മിശ്ര ഭക്തി, ഇത് സേവനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നമുക്കറിയാം, ഇന്നലെ ഇസ്കോണിന്റെ ഇൻകോർപ്പറേഷൻ ഡേ ആയിരുന്നു. ഇസ്കോൺ സ്ഥാപിച്ച ദിവസമായിട്ട് കണ്ടു. അപ്പൊ അതിലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കോട്ടിൽ വായിച്ച സമയത്ത് ശ്രീല പ്രഭുപാദ് ഈ ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നത് ഭക്തന്മാരുടെ സംഘത്തിലൂടെ ഓരോ വ്യക്തികൾക്കും പരിശുദ്ധ ഭക്തനാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൃഷ്ണബോധ പ്രസ്ഥാനം സമിതി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധ ഭക്തിയാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ ഓരോ വ്യക്തികളും പരിശുദ്ധ ഭക്തനാവുക എന്നുള്ളതാണ് ശ്രീല പ്രഭുപാദ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനമുള്ളത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ രാവിലെ എണീറ്റ് മംഗലാരതി അറ്റൻഡ് ചെയ്യുന്നതും, ഭഗവാന്റെ തിരുനാമങ്ങൾ അപരാധമില്ലാതെ ജപിക്കുന്നതും, നമ്മൾ തുളസി ആരതിയും ബാക്കി എല്ലാം ചെയ്യുന്നത്, ശ്രീമദ് ഭാഗവതം വായിക്കുന്നതൊക്കെ എന്തിനാണ്? നമുക്ക് പരിശുദ്ധ ഭക്തി, വേറൊരു ഇച്ഛയില്ലാതെ നമുക്ക് എന്താണ് ഭഗവാന് സന്തോഷം കൊടുക്കുക ഉള്ള ആ ചിന്തയോട് ചെയ്യുന്നതാണ് പരിശുദ്ധ ഭക്തി. അപ്പൊ നമ്മൾ കാണുന്ന കാര്യത്തിൽ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ പല തരത്തിലുള്ള യോഗങ്ങൾ ഭഗവത്ഗീതയിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാലും ഈ യോഗങ്ങളുടെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ഭക്തിയിലോട്ട് വരാനുള്ള കാര്യമാണ്. കാരണം ഈ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം അൾട്ടിമേറ്റ്ലി ഭക്തിയിലോട്ട് വന്നാൽ മാത്രമാണ് ഭഗവാനെ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുക. ഒരു ഭക്തി എന്ന് പറയുന്നത് ജംഗ്ഷൻ പോലെയാണ് ആക്ച്വലി. അപ്പൊ നമുക്ക് ഇതുവഴി വരാം. അപ്പം അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് ഭക്തിയിലോട്ട് വരാനുള്ള വഴിയുമുണ്ട്. അപ്പം ചില വ്യക്തികൾ കർമ്മയോഗത്തിലൂടെ വരും, ചില വ്യക്തികൾ ജ്ഞാനയോഗത്തിലൂടെ, ഹഠയോഗത്തിലൂടെ ഒക്കെ വരും. അപ്പൊ അൾട്ടിമേറ്റ്ലി
ഇതിലൊക്കെ സ്വന്തമായിട്ടുള്ള ഇച്ഛകളുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ യോഗം എടുത്താലും അതിലൊക്കെ നമ്മൾ കർമ്മയോഗത്തിലാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടും എന്ന ചിന്ത, ഞാൻ ഭഗവാനെ സമർപ്പിച്ചാൽ എനിക്ക് ലാഭം കിട്ടും എന്നുള്ള ചിന്തയുണ്ടാവും. അതുപോലെ തന്നെ ജ്ഞാനയോഗത്തിലാണെങ്കിൽ എനിക്ക് എന്താണ് മാനസികമായിട്ടുള്ള ആ ഒരു ജ്ഞാനം കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവും. ധ്യാനയോഗത്തിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സിദ്ധികൾ വരും എന്നുള്ള ചിന്താഗതി ഒരു വ്യക്തിക്ക് ഉണ്ടാവും. അതേസമയത്ത് ഭക്തിയോഗം എന്ന് പറയുമ്പോൾ എന്താണ്, അതില് നമ്മൾ ചെയ്യുന്ന എന്താണ്, ഭഗവാന് സന്തോഷം കൊടുക്കുക അല്ലെ, ഭഗവാന് സന്തോഷം കൊടുത്തുകൊണ്ട് നമുക്ക് സന്തോഷം തിരിച്ചു കിട്ടും. അപ്പൊ നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ടത് ഭഗവാന് മാത്രം സന്തോഷം കൊടുത്താൽ മതി, അപ്പൊ നമുക്ക് സന്തോഷം കിട്ടില്ല ഒരു സംശയം വ്യക്തികൾക്ക് വരാം സാധാരണഗതിയിൽ. പക്ഷെ എന്താണ് ഇവിടെ എന്താണ് പ്രോസസ്സ്, നമ്മൾ ഭഗവാന് സന്തോഷം കൊടുത്തുകൊണ്ട് അതിലൂടെ അത് ഭക്തി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അതിലൂടെ സന്തോഷം കിട്ടാൻ സാധിക്കും എന്നുള്ള ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത് തന്നെ ഇതിൽ പറയുന്ന 3 തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പം ചിലവർ ഭഗവാനെ എന്താ വാത്സല്യത്തോടെ പുത്രൻ അല്ലെ എന്നുള്ള രീതിയിൽ ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും, യശോദാമാത അവരൊക്കെ. പിന്നെ സഖാവ് അല്ലെ, അർജുനൻ എന്ന പോലെ. പിന്നെ എന്റെ പ്രീതമൻ എന്ന ഗോപിമാരും അവരുടെ ആ ഒരു മനോഭാവത്തിലൂടെ. അപ്പൊ പല രീതിയിൽ ഇപ്പൊ ഭഗവാനായിട്ട് നമുക്ക് എണ്ണമറ്റ രീതിയിൽ നമുക്ക് ഭഗവാനായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അതിൽ മെയിനായിട്ട് 5 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും നമ്മൾ വായിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നത്തെ ശ്ലോകത്തിൽ നമുക്ക് കണ്ടിട്ടുണ്ടാവും. ശാന്തം, ദാസ്യം, സാഖ്യം, വാത്സല്യം, മാധുര്യം എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ രീതിയിലൊക്കെ ഈ ഭക്തി ചെയ്യുമ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നതാണ്, ഞാൻ ഭഗവാന്റെ സന്തോഷത്തിനാണ് എന്നുള്ള ബോധത്തോടെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ശീലപ്രഭുപാദ് അത് ഇതിലും വളരെ വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കാൻ നേരത്തെ പറഞ്ഞ പോലെ കർമ്മയോഗത്തിലാണെങ്കിലും ജ്ഞാനയോഗത്തിലാണെങ്കിലും അല്ലെങ്കിൽ ധ്യാനയോഗത്തിലാണെങ്കിലൊക്കെ അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസയർ അല്ലെ, അതായത് ഭഗവാൻ അല്ലാതെ തന്നെ അവർക്ക് വേറെ എന്തെങ്കിലും അതിലൂടെ നേടണം എന്നുള്ള ആഗ്രഹം കൂടിയുള്ള കൂട്ടരാണ്. ലക്ഷത്തിൽ പറയുന്നതാണ്. അപ്പം ഇപ്പൊ ഒരു കർമ്മയോഗി ആണെങ്കിൽ അവർ ധാർമ്മിക പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ചെയ്യുന്നതിന്റെ പിന്നിൽ എന്താണ്, അവർ ശരീരമാണെന്നുള്ള ആ ബോധത്തോടെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഇതിലൂടെ ശാരീരികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടും അല്ലെ ശരീരത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നേട്ടം ഇതിലൂടെ കിട്ടുന്നുള്ള ചിന്താഗതിയോടെ ചെയ്യുന്ന വ്യക്തികളാണ് കർമ്മയോഗം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ വേണ്ടി വരുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജ്ഞാനയോഗത്തിലാണെങ്കിൽ ഒരു തത്വശാസ്ത്രപരമായ കുറച്ച് കാര്യങ്ങളും ഒരുപാട് ജ്ഞാനത്തിന് അവർ ഇത് ചെയ്ത് അവർക്ക് ഒരുപാട് ജ്ഞാനം നേടിയെടുക്കണം. എനിക്ക് എല്ലാവരെക്കാട്ടും മുന്നിട്ട് നിൽക്കണം, ഞാൻ വലിയ ജ്ഞാനിയാണ് എന്നുള്ള ബോധത്തോടെ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് ജ്ഞാനയോഗത്തിൽ വരുന്നത്. പക്ഷെ അതേ സമയത്ത് ഭക്തന്മാർക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു മിശ്രതയില്ല, വേറെ ഒരു മിക്സ് ഇല്ല അല്ലെ. നമ്മള് മിശ്രം എന്ന് പറയുന്നത് അലോയ് പോലെ അല്ലെ, നമുക്ക് അലോയ് എന്ന് പറയുമ്പോൾ പറയാമല്ലോ അല്ലെ, നമ്മൾ ഒരു 2 ധാതുക്കളെ ചേർത്തുണ്ടാക്കുന്നതാണ് അലോയ് എന്ന് പറയുന്നത് അല്ലെ നമ്മൾ. അപ്പൊ അതുപോലെ ആ ഒരു മിശ്രമില്ലാത്ത പരിശുദ്ധ ഭക്തൻ ആകട്ടെ അദ്ദേഹം ചിന്തിക്കുന്നതാണ്, പരിശുദ്ധ ഭക്തന്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതൊരു അവസ്ഥയിലും ഭഗവാന് സന്തോഷം കൊടുക്കുക, ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ഭഗവാനെ പരിപൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുക ഉള്ള ഒരു ചിന്താഗതി മാത്രമാണ് ഒരു പരിശുദ്ധ ഭക്തന്റെ മനസ്സിലുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രങ്ങൾ പറഞ്ഞ ചില നിർദ്ദേശങ്ങളും നിഷ്ഠാനങ്ങളൊക്കെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ല, നോക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അതിനു മുകളിലാണ് അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പം ഇതാണ് മെയിനായിട്ടും ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഭാവാർത്ഥത്തിൽ ഒന്ന് നോക്കാം എന്താണ് ശീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ പറയുന്ന ഒരു മെയിനായിട്ടൊരു പോയിന്റ് ആണ്, ആധ്യാത്മിക തലത്തിൽ നിൽക്കുന്ന ഭക്തന്മാർക്ക് മിശ്രഭക്തിയുടെ അത്തരം ഭൗതിക സങ്കല്പങ്ങൾ ആവശ്യമില്ല. ഇത്തരം മിശ്രഭക്തി നേരിട്ട് ഭഗവത് പ്രേമം ലക്ഷ്യം വെച്ചുള്ളതല്ല. അതുകൊണ്ട് ശാസ്ത്ര നിർദ്ദിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് കർശനമായി നിർവഹിക്കപ്പെടുന്ന സേവനം അത്തരം വിദ്ഭക്തിയേക്കാൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ അത് എല്ലാത്തരം ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാണ്. അത് കൃഷ്ണനെ പ്രീണിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് നിർവഹിക്കപ്പെടുന്നത്. പരിശുദ്ധ ഭക്തിയാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയാൻ കാര്യം എന്താണ്, കാരണം പരിശുദ്ധ ഭക്തിയിൽ വേറൊരു ആഗ്രഹമേ ഇല്ല. കാരണം കാരണം ഭഗവാൻ കൃഷ്ണൻ തന്നെ പരിശുദ്ധ ഭക്തിയുടെ ആകർഷണമാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ. പരിശുദ്ധ ഭക്തിയോടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ അട്രാക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുക. കാരണം അതില് വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇല്ല. അല്ല, ഞാൻ ഭക്തി ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും ഭൗതിക നേട്ടം നേടാനാണെന്നോ, അല്ലെങ്കിൽ ഞാൻ ഭക്തി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ജ്ഞാനം കിട്ടാനോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സിദ്ധികൾ കിട്ടാനോ ഉള്ള ബോധത്തോടെ അല്ല അവിടെ ഭക്തൻ ചെയ്യുന്നത് എന്താണ്, എല്ലാ സമയത്തും ഭഗവാന് സന്തോഷം കൊടുക്കുക എന്ന ചിന്താഗതിയോടെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളത്
പരിശുദ്ധ ഭക്തി അല്ലെ നമ്മൾ പറയുന്നത് അന്യാഭിലാഷതാ ശൂന്യം ജ്ഞാനകർമ്മ ധനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിർത്ഥം. അപ്പൊ എന്താണ്? വേറൊരു ഇച്ഛയില്ലാതെ അന്യാഭിലാഷതാ ശൂന്യം, ജ്ഞാനത്തിനോ കർമ്മത്തിനോ അതല്ലാതെ കർമ്മ ധനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം. എന്താണ്? നമ്മൾ ചെയ്യുന്ന ഭക്തി ആനുകൂല്യമായിരിക്കണം. അതാണ് പരിശുദ്ധ ഭക്തിയുടെ ഡെഫിനേഷനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു ഇച്ഛയോടെ, അതായത് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന് സന്തോഷം കൊടുക്കുക, ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്ന ചിന്തയോടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മൾ ഭക്തിയിലോട്ട് വരുന്ന സമയത്ത് നമുക്കിത് പറയാനൊക്കെ എളുപ്പമാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ചിലപ്പോൾ നമുക്ക് ഒരു റെക്കഗ്നിഷൻ കിട്ടാനോ പേര് കിട്ടാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ലാഭം നേടാനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ആഗ്രഹത്തോടെയൊക്കെ നമ്മൾ വരുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഭഗവാൻ കൃഷ്ണനെ സേവനം ചെയ്യുമ്പോഴും ഭക്തിയുത സേവനം ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി ഗ്രാജ്വലി പ്യൂരിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഒരു പരിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറഞ്ഞത് അകാമ സർവകാമ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന ചെയ്ത പുരുഷം പരം. അപ്പൊ അതായത് അതിൽ പറയുന്നത് അകാമ സർവകാമ മോക്ഷകാമ ഉദാരതി. അതായത് എനിക്ക് എന്തെങ്കിലും അകാമ, എനിക്കൊരു ആഗ്രഹമില്ല, ഒരു ആഗ്രഹമില്ലാത്ത വ്യക്തിയായാലും ശരി, സർവകാമ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഉള്ള വ്യക്തിയായാലും ശരി, മോക്ഷകാമ ഉദാരതി. അപ്പൊ എന്താണ് ഒരു വ്യക്തി മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭക്തി ചെയ്യുന്നുള്ള ബോധത്തോടെ ചെയ്യുകയാണെങ്കിൽ ശരി, തീ തീവ്രേണ ഭക്തിയോഗേന ചെയ്ത പുരുഷൻ വരും. അപ്പൊ എങ്ങനെയുള്ള ഒരു വ്യക്തിയായാലും ശരി, ഒരു വ്യക്തി ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ ആ വ്യക്തി എന്താണ് സംഭവിക്കുക? നമുക്ക് അദ്ദേഹത്തിനുള്ളിൽ ആ പരിശുദ്ധീകരിക്കാൻ പെടും. കാരണം എന്താണ്? നമ്മൾ പരിശുദ്ധ ഭക്തന്മാരുടെ സംഘത്തിൽ നമ്മൾ ആ ഭക്തിയുടെ സേവനം ചെയ്യുമ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങൾ കാലക്രമേണ മാറിക്കിട്ടും. കാരണം നമ്മളറിയാം ഭക്തിയുടെ സേവനത്തിൽ വരുന്ന സമയത്ത് നമുക്ക് പല പല ഭൗതികമായിട്ടുള്ള അംബീഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് എന്താ മനസ്സിലാക്കാം? നമ്മൾ കാലക്രമേണ ശീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും പരിശുദ്ധ ഭക്തന്മാരെ നമ്മൾ സേവനം ചെയ്യും, എസ്പെഷ്യലി അങ്ങനെ ഭക്തന്മാർ വരുമ്പോൾ അവരെ സേവനം ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെ എളുപ്പമായിട്ടും ഭൗതികമായിട്ടുള്ള ഈ കാമക്രോധ ലോകത്തിൽ നിന്നൊക്കെ വളരെ എളുപ്പമായിട്ട് നമുക്ക് പുറത്തു വരാൻ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ പരിശുദ്ധ ഭക്തിയാണ് നമുക്ക് നമ്മുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഗോളായിട്ട് ശീല പ്രഭുപാദ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണുമ്പോൾ ഇവിടെ പറയുന്നതാണ് സാമാന്യ ഭക്തി, ശുദ്ധഭക്തി, വിദ്ദഭക്തി അല്ലെ? സാമാന്യ ഭക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ഭക്തി ചെയ്യുന്നു. അപ്പൊ നമ്മൾ സാമാന്യ ഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവർക്കും ഒരു ഭഗവാൻ ഭഗവാന്റെ അടുത്തുള്ള ഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ഭഗവാന്റെ അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കുന്നു. അപ്പം അതില് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിന് ആക്ച്വലി ഒരു ഗോൾ എന്ന രീതി നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ഭക്തി ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന വ്യക്തികളാണ്. പിന്നെ ശുദ്ധഭക്തി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആഗ്രഹമില്ലാതെ ഭഗവാന്റെ സന്തോഷത്തോടെ ചെയ്യുന്നതാണ് പരിശുദ്ധ ഭക്തി പറയുന്നത്. പിന്നെ വിദ്ദഭക്തി എന്ന് പറയുന്നത് എന്താണ്? സമ്മിശ്ര ഭക്തി സേവനം. അതിൽ എന്തെങ്കിലും ഭൗതിക ആഗ്രഹം കൂടി വെച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ സേവനം ചെയ്യുന്നു. എനിക്കറിയാം ഭഗവാന് സന്തോഷം കൊടുക്കാനുള്ള കാര്യമാണ് ഭക്തിയുടെ ലക്ഷ്യം എന്ന് അറിഞ്ഞുകൊണ്ട്, പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം കൂടി അതിന്റെ സൈഡ് ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം നമ്മൾ ചിലപ്പം പല പല നമ്മൾ നമ്മൾ പറയുന്ന ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മള് നമ്മൾ ഭഗവാന്റെ അടുത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യണം. എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഭഗവാനെ അപ്രോച്ച് ചെയ്യാം ഒരു വ്യക്തിക്ക്. പക്ഷെ അതൊക്കെ അങ്ങനെ ആ രീതിയിലൊക്കെ ഭഗവാന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ കർമ്മം അനുസരിച്ച് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി ഭഗവാനെ കിട്ടില്ല. കാരണം ഭഗവാനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭഗവാന്റെ പരിശുദ്ധ ഭക്തിക്ക് കാംക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഭഗവാനെ പൂർണ്ണമായിട്ട് കിട്ടാൻ സാധിക്കുക. കാരണം പരിശുദ്ധ ഭക്തിയിൽ ഭഗവാനെ തന്നെ പൂർണ്ണമായിട്ട് തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു നമ്മളെ വൈഷ്ണവ ആചാര്യന്മാരുടെ നമ്മൾ സോങ്ങുകൾ എടുത്താലും അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദിന്റെ ബുക്കുകൾ എടുത്താലും ശ്രീമദ് ഭാഗവതം എടുത്താലും അതിലൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? നമുക്ക് പറയുന്നത് പരിശുദ്ധ ഭക്തിയെ പറ്റിയാണ് അല്ലെ? നമ്മൾ നോക്കുകയാണെങ്കിൽ ധർമ്മ അർത്ഥ കാമമോക്ഷത്തിനെ പറ്റിയല്ല ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് ഭാഗവത മഹാപുരാണമായിട്ട് പറയുന്നത്. അതിൽ പഞ്ചമപുരുഷാർത്ഥമായിട്ടുള്ള പരിശുദ്ധ ഭക്തിയെ പറ്റിയാണ് അതിൽ പറയുന്നത്. അപ്പം എങ്ങനെ പരിശുദ്ധ ഭക്തന്മാരാകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് നമുക്ക് അതിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും സംശയം വരാം. ഇതൊക്കെ നമ്മൾ ബുക്കുകൾ വായിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പിന്നെ പരിശുദ്ധ ഭക്തനാവാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയം നമുക്ക് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ശീല പ്രഭുപാദ് തന്നെയാണ്. കാരണം ശീല പ്രഭുപാദിന്റെ ജീവിതം എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ 24 മണിക്കൂറും ഭഗവാന്റെ സേവനത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പ്രഭുപാദ് പേഴ്സണലി അല്ലെ ഒരു ആചാര്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണിച്ചു തരണം. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ശീല പ്രഭുപാദും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു ഭക്തൻ വ്യവഹാരം ചെയ്യേണ്ടത് ഭൗതിക ലോകത്തിൽ എന്ന കാര്യം തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ
ലെക്ചേഴ്സ് എടുത്താലും ശരി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മോർണിംഗ് വാക്ക് കോൺവെർസേഷൻസ്, അറൈവൽ അഡ്രസ്സ്, അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സ്, എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ലളിതമായിട്ടും നമുക്ക് പലപ്പോഴും ഭക്തി സേവനം എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ശീല പ്രഭുപാദിന്റെ ഭഗവത്ഗീത വായിച്ച സമയത്ത് തന്നെ 6-ാം അധ്യായത്തിൽ തന്നെ ഒരു ശ്ലോകം വായിച്ച സമയത്തിൽ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും ഒരു യോഗിയെ പറ്റിയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വന്നിട്ട് എങ്ങനെയാണ് ഒരു യോഗിക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹം എല്ലാത്തിനും ത്യാഗം ചെയ്യാനുള്ള കാര്യത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു വിവർത്തനത്തിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഭാവാർത്ഥം വായിച്ചപ്പോഴാണ് ശരിക്കും എങ്ങനെ ഒരു വ്യക്തിക്ക്, സാധാരണ ഒരു വ്യക്തിക്ക് ഇവിടെ യോഗിയാവാൻ സാധിക്കുന്ന ശ്രീല പ്രഭുപാദ് പറഞ്ഞുതരാണ്. അപ്പം അപ്പം ഒരു വ്യക്തിയുടെ അവബോധത്തിലാണ് കാരണം. അപ്പൊ നമ്മൾ എക്സ്റ്റേണലി നമ്മളിപ്പം യോഗിയായിട്ട് നടക്കണമെന്നോ അങ്ങനെയൊന്നും ഭഗവത്ഗീതയും പറയുന്നില്ല, ഭാഗവതം പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എക്സ്റ്റേണൽ അപ്പിയറൻസിലല്ല കാര്യം, നമ്മൾ അവബോധത്തിലാണ് കാര്യം, കോൺഷ്യസ്നെസ്സിലാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്. നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമ്മൾ തിലകിട്ട് നടക്കാം, കണ്ടിമാലയിട്ട് നടക്കാം, ധൂത്തി കൊടുത്തിട്ട് നടക്കാം ഒരു വ്യക്തി. പക്ഷെ നമ്മൾ അതൊക്കെ ഇട്ട് നടന്നാലും നമ്മുടെ അവബോധത്തിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. അപ്പൊ ആ അവബോധം മാറ്റാനുള്ള പ്രക്രിയയാണ് ശീലപ്രഭുപാദ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ നിരന്തരം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക ഉള്ള കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടും പ്രഭുപാദ് അവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ്, അല്ലെ? നിരന്തരം നാമം ശ്രദ്ധയോടെ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഓരോ നിമിഷവും ഭഗവാനായിട്ട് നമുക്ക് കണക്ഷൻ വെക്കാൻ സാധിക്കുന്നതാണ് ശീലപ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മള് നാമജപം ജപിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ മനസ്സ് അവിടെ ഇവിടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും നമ്മള് ഏതൊരു വ്യക്തിയാണോ നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സൗണ്ട് വൈബ്രേഷൻ, നമ്മൾ ഹരേ കൃഷ്ണ നമ്മൾ അറ്റ്ലീസ്റ്റ് ജപിക്കുന്ന സമയത്ത് നമ്മൾ ജപിക്കുന്ന ഒരു അടുത്തുള്ള ഒരു വ്യക്തിയെങ്കിലും കേൾക്കുന്ന രീതിയിലെങ്കിലും നമ്മൾ ജപിക്കണം. പറ്റുകയാണെങ്കിൽ അത്ര ഒച്ചത്തോട് ജപിച്ചാൽ മാത്രമാണ് മനസ്സിനെ നമുക്ക് പിടിച്ച് ആ ഒരു സൗണ്ട് വൈബ്രേഷനിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പൊ പലപ്പോഴും നമ്മൾ ജപിക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ജപിക്കുന്നത്. അപ്പൊ അങ്ങനെ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് പുറത്തോട്ട് പോകാനുള്ള ഒരു വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ തിരുനാമങ്ങൾ ജപിക്കുന്ന സമയത്ത് നല്ല സൗണ്ടോടെ നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സ് എവിടെയെങ്കിലും പോയാലും തിരിച്ചു കൊണ്ടുവരാൻ ആ സൗണ്ട് അതിനെ അട്രാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ തന്ന പ്രക്രിയകളെ ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക്, ഏതൊരു വ്യക്തിക്കും, അതായത് നമുക്ക് വേറൊരു പ്രീ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ഓരോ വ്യക്തികൾക്കും പരിശുദ്ധ ഭക്തനാകാനുള്ള ഒരു അവസരമാണ് നമുക്ക് ശ്രീല പ്രഭുപാദ് തന്നിരിക്കുന്നത്. അതിനെപ്പോഴും നമ്മൾ ശ്രീല പ്രഭുപാദത്ത് നമ്മൾ കടപ്പെട്ടവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അപ്പം ശീല പ്രഭുപാദ്, അപ്പം ഇതേപോലെ തന്നെ ചോദ്യം ശീല പ്രഭുപാദ് ശിഷ്യൻ ശീല പ്രഭുപാദത്ത് ചോദിച്ചു, അല്ലെ ശീല പ്രഭുപാദ്, നമുക്ക് തന്നിരിക്കുന്ന അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണ് ഈ പരിശുദ്ധ കൃഷ്ണഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എനിക്കൊരു ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെയാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. അപ്പൊ അത് ചോദിച്ച സമയത്ത് ശീല പ്രഭുപാദ് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം ചോദിച്ചത്, എങ്ങനെയാണ് എനിക്ക് അങ്ങയോടുള്ള നന്ദി രേഖപ്പെടുത്താൻ സാധിക്കുക? കാരണം ജന്മജന്മാന്തരങ്ങളായിട്ട് എനിക്ക് അങ്ങേയടുത്ത് കടപ്പെട്ടവനാണ് ഞാൻ എന്ന രീതിയിൽ ശീല പ്രഭുപാദ് നല്ലൊരു പ്രഭുപാദത്ത് ആ ഒരു ശിഷ്യൻ അത്രയും ആത്മാർത്ഥമായിട്ടുമുള്ള ആ സ്നേഹത്തോടെയാണ് ആ ചോദ്യം ചോദിച്ചത്. അപ്പൊ പ്രഭുപാദ് ആഹ് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. പ്രഭുപാദ് പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപടി ഫോളോ ചെയ്യുക, അതിനെ നമ്മൾ ഫോളോ ചെയ്യുക, അതിനെ നമ്മൾ അനുവർത്തിക്കുക ഉള്ള കാര്യമാണ് പ്രഭുപാദ് പറഞ്ഞു, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിനെ ഒരിക്കലും നമ്മൾ ബാക്കിയുള്ളവർക്ക് കൂടി അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമാണ്. അപ്പൊ എന്താണോ ഉള്ളത് അതിനെ യഥാരൂപമായിട്ട് ഫോളോ ചെയ്ത് അതിനെ യഥാരൂപമായിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ അതിൽ വേറൊന്നും ചേർക്കാതെ എന്താണോ പ്രഭുപാദ് പറഞ്ഞിരുന്ന ടീച്ചിങ്സ് അതിനെ യഥാർത്ഥമായിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും നമുക്കറിയാം, എത്രയോ ജന്മജന്മാനായിട്ട് ആ കടമുണ്ടെങ്കിൽ കൂടി പ്രഭുപാദ് എന്നാൽ ആ ശിഷ്യന്റെ അടുത്തുള്ള ആ സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്. കാരണം നമുക്ക് ഒരിക്കലും പ്രഭുപാദിന്റെ അടുത്തും ആചാര്യന്മാരടുത്തും ഭക്തന്മാരടുത്തുള്ള ആ കടം തീർക്കാൻ സാധിക്കില്ല. എന്നാലും പ്രഭുപാദ് അങ്ങനെ ഒരു ഉത്തരം കൊടുത്തത് ആ ശിഷ്യന് അറ്റ്ലീസ്റ്റ് ആ ഒരു എയിം വെച്ചുകൊണ്ട് അതിന് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിഷമിപ്പിക്കേണ്ട എന്ന രീതിയിലാണ് പ്രഭുപാദ് അവിടെ ഒരു ഉത്തരം കൊടുത്തത്. അപ്പൊ നമുക്കും അത് ബാധകമാണ്. നമ്മളെല്ലാവരും ആ രീതിയിൽ പ്രഭുപാദിന്റെ ടീച്ചിങ്സിനെ നമ്മൾ സിൻസിയർ ആയിട്ട് ഫോളോ ചെയ്യും. നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ അതിനെ ബാക്കിയുള്ളവർക്ക് കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ്. എല്ലാവർക്കും ഈ പരിശുദ്ധ ഭക്തി കിട്ടണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് സമർപ്പിക്കാം. കാരണം നമുക്കറിയാം പല പല ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതിനൊക്കെ ഒരേ ഒരു ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയാണ്. കാരണം അതിലൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിലുള്ള കൽമഷങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരാൻ സാധിക്കുക. അതാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അതിനെപ്പറ്റി തന്നെയാണ് നമുക്കറിയാം, ചൈതന്യ ചരിതാമൃതത്തിലും ആ പരിശുദ്ധ ഭക്തിയുടെ ആ ടേസ്റ്റ് അറിയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം രാധാറാണിയുടെ ആ മൂഡിലൂടെ ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവോട് അവതരിച്ചതും. അപ്പൊ ആ ഒരു മൂഡാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആ ഒരു പരിശുദ്ധ ഭക്തിയുടെ മൂടുള്ള വ്യക്തികൾക്കാണ് ലാസ്റ്റ് ആയിട്ട് ഇവിടെ പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തിക്ക് ഗോലോക വൃന്ദാവനത്തിലോട്ട് പോകാൻ സാധിക്കുക. അതേ സമയത്ത് നമ്മൾ നിയമതത്വങ്ങളിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക്
അദ്ദേഹത്തിന് സംഭവിക്കാം. വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ വൈകുണ്ഠം വരെ എത്താൻ സാധിക്കും. പക്ഷെ ഏതൊരു വ്യക്തിയാണ് ആ പരിശുദ്ധ ഭക്തി ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ വ്യക്തിക്ക് ഏറ്റവും ഉയർന്ന, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള വിഗ്രഹമായ ഓരോ വൃന്ദാവനത്തിൽ പോയി ഭഗവാനെ സേവനം ചെയ്യാനുള്ള അവസരമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ശീലപ്രഭുവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഇന്നും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആക്ച്വലി ഭഗവാനെ നമ്മൾ അവബോധം ഉയർത്തിയെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും പരിശുദ്ധ ഭക്തിയോടെ സേവനം ചെയ്യാനുള്ള അവസരമാണ് തന്നിരിക്കുന്നത്. അപ്പം പ്രഭുപാദ് നമുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രഭുപാദിന്റെ ശിഷ്യന്മാരായിട്ടുള്ള വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. അവരും ആ ഒരു ഭക്തി, പരിശുദ്ധ തലത്തിലുള്ള ഭക്തിയോടെയാണ് അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണുന്നത് 50-60 വർഷങ്ങളായിട്ടും ഏതൊരു ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ വന്നാൽ കൂടി അവര് ഭഗവാൻ അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഏതൊരു അവസ്ഥയിലും ഏതൊരു അവസരത്തിലും അവർ ഭഗവാനെ പറ്റി ഓർക്കുക, ഭഗവാനെ പറ്റി പ്രചരണം ചെയ്യുക, ആ ഒരു മൂഡ് മാത്രമാണ് അവർക്കുള്ളത്. അവരൊരിക്കലും അവരുടെ ശരീരത്തിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ ഫുള്ളി ഫോക്കസ്ഡ് അതിലാണ്. അപ്പം അതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ആ ഒരു പ്രഭുപാദിന്റെ കാരുണ്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചൈതന്യ ചേർന്ന് ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം പ്രഭുപാദിന്റെ അസോസിയേഷൻ നമുക്ക് ഇപ്പോഴും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ടും ശ്രീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ ഡെയിലി വായിക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് പ്രഭുപാദ് അതിലൂടെ സംസാരിക്കുന്ന പോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യന്മാർ കൂടി പറയുന്നത്. അപ്പൊ നമുക്കും അതുപോലെ ആത്മാർത്ഥമായിട്ടും അതിന് പരിശുദ്ധ ഭക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് തന്നെയായിരിക്കും ഓരോ വ്യക്തികളുടെ ലക്ഷ്യവും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇസ്കോൺ എന്ന പ്രസ്ഥാനവും ശ്രീല പ്രഭുപാദ് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാവരും സഹകരിച്ചുകൊണ്ട് പരിശുദ്ധ ഭക്തിക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധ ഭക്തനാവാനും ബാക്കിയുള്ളവരെ പരിശുദ്ധ ഭക്തനാക്കാനും ഉള്ളൊരു പ്രസ്ഥാനമാണ് ഈ ഒരു ശ്രീല പ്രഭുപാദ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന് ചൈതന്യ മഹാപ്രഭുയുടെ കാരുണ്യത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് പരിശുദ്ധ ഭക്തനാവാൻ സാധിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വേറെ സംശയങ്ങളില്ലാന്ന് തോന്നുന്നു. എല്ലാവരും ഈ ഭാവാർത്ഥം ഒന്നുകൂടി വായിച്ചു നോക്കുക. അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ. താങ്ക് യു മാതാജി. ഓക്കെ, വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായ നന്ദി. അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ നമ്മള് നന്ദി പ്രഭുജി, വളരെ നല്ല ക്ലാസ്, നന്നായിരുന്നു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഇങ്ങനെ അവസരം തന്ന കഥാവന്ത പ്രഭുവിനും ഐശ്വര്യമാജിക്കും നന്ദി. ആക്ച്വലി ഇതുപോലെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു അവസരത്തിലെങ്കിൽ നമുക്ക് ചൈതന്യ ചേർന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ആ ഒരു കിട്ടിയ നമ്മൾ ഈ ഒരു അവസരത്തിന് എല്ലാവരും യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുകൂടി പറയാൻ കൂടിയുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു ബ്രോ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൈതന്യ ചേരാമന്ദ की जय. शील प्रभुपाद की जय. समवेत गौर भक्त की जय. हरे कृष्ण.